മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സ് ചാപ്റ്റർ 2 സംഖ്യകൾ കൂട്ടുക. കളം നിറയ്ക്കാം. ടോക്കൺ ഉപയോഗിച്ചുള്ളൊരു കളിയാണിത്. 1 മുതൽ 100 വരെയുള്ള ടോക്കൺ ഉപയോഗിച്ച് കളം നിറയ്ക്കാം. മിൻഹയും കൂട്ടുകാരും കളിച്ചത് നിങ്ങളും കളിക്കൂ. ടീച്ചർ നിങ്ങളെ സഹായിക്കും. 1 മുതൽ 100 വരെ ഈ കോളത്തിൽ എഴുതണം. അവിടെ മഞ്ഞ കാർഡ് കൊടുത്തിരിക്കുന്ന നോക്കെ. 1, 12, 23, 34, 45, 56, 67, 78, 89, 100. ഇത് 11 വീതം കൂട്ടിയാണ് എഴുതുന്നത്. ഇതൊരു പാറ്റേൺ ആണ്. ഇതുപോലെ നിങ്ങളും ഓരോ പാറ്റേണുകൾ കണ്ടെത്തുക. അതായത് ഇതും ഒരു പാറ്റേൺ ആണ്. 1, 11, 21, 31, 41. ഇത് 10 വീതം കൂട്ടി എഴുതും. അതാണ് ഓരോ പാറ്റേണുകൾ കണ്ടെത്തി എഴുതണം. 65 എന്നെഴുതിയ ടോക്കൺ എവിടെ വയ്ക്കും? എങ്ങനെ കണ്ടുപിടിച്ചു? 1 മുതൽ 100 വരെ എഴുതിയ ടോക്കൺ യോജിച്ച കളങ്ങളിൽ വയ്ക്കൂ. മഞ്ഞ നിറമുള്ള കളങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? മറ്റ് പാറ്റേണുകൾ കണ്ടെത്തി പല നിറം കൊടുക്കുക. സ്കൂൾ സ്റ്റോർ. വില വിവര പട്ടിക. ഇനം, വില. ക്രയോൺസിന് 25 രൂപ, പേന 20 രൂപ, സ്കെച്ച് പെൻ പാക്കറ്റ് 40 രൂപ, നോട്ട് ബുക്ക് 60 രൂപ, മാർക്കർ പേന പാക്കറ്റിന് 75 രൂപ, സ്കെയിൽ 5 രൂപ, ബ്രൗൺ പേപ്പർ 15 രൂപ. മിൻഹ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ഏതൊക്കെ സാധനങ്ങളാകാം വാങ്ങിയത്? ഞാൻ കണക്കാക്കിയത്, ചങ്ങാതി കണക്കാക്കിയത്. ക്രയോൺ 25 രൂപയ്ക്ക് മേടിച്ചു. മാർക്കർ പേന ഒരു പാക്കറ്റിന് 75 രൂപ. ആകെ 75 25 കൂട്ടിയപ്പോൾ 100 രൂപ ആവും. സ്കെച്ച് പേന മേടിച്ചതിന് 40 രൂപ. നോട്ട്ബുക്കിന് 60 രൂപ. ആകെ 60ഉം 40ഉം 100 രൂപ. മാർക്കർ പേന പാക്കറ്റിന് 75 രൂപ. വേറെയും രീതികളുണ്ട്. സ്കെച്ച് പെൻ സ്കെയിലിന് 5 രൂപ, പേന 20 രൂപ. 75, 5, 80, 80, 20, 100. അടുത്ത പെൻസിൽ കമ്പനി. മിൻഹയുടെ അച്ഛന് പെൻസിൽ കമ്പനിയുണ്ട്. 10 പെൻസിലുകളാണ് ഒരു പാക്കറ്റിൽ നിറയ്ക്കുക. 10 പാക്കറ്റുകൾ ഒരു പെട്ടിയിൽ വയ്ക്കുക. ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം 10. ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണം 10. ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം 100. പെൻസിലുകൾ പെട്ടിയിലാക്കിയത് നോക്കേ. ഒരു പെട്ടിയിൽ 10. ഒരു പെട്ടിയിൽ 10 പാക്കറ്റ് പെൻസിലുകളുണ്ട്. അപ്പോൾ എത്ര എണ്ണം കാണും? 100, 100, 100. അടുത്തതോ 2 പെട്ടിയാകുമ്പോൾ 200. അടുത്ത 100, 200, 300, 400, 500. അടുത്തത് നോക്കിയാൽ അടുത്ത എത്ര പെട്ടിയുണ്ട്? 1, 2, 3, 4 പെട്ടി. അന്നേരം 400. അടുത്തതോ 1, 2, 3, 4, 5, 6, 600. അടുത്ത എത്ര പെട്ടിയുണ്ട്? 1, 2, 3. അന്നേരം 300. 100ൻ്റെ ഒരു പെട്ടി 100ൻ്റെ വീതം കണക്കാക്കണം. ഒരു പെട്ടിയിൽ 100 പെൻസിലുകളുണ്ട്, 100 എണ്ണം. അന്നേരം അടുത്ത പെട്ടി 800. അടുത്തത് 700. അടുത്ത 900. 10 പെട്ടിയിൽ എത്ര പെൻസിലുകൾ ഉണ്ടാവും? 1000. മേന്മ സ്റ്റോറിലേക്ക് 1000 പെൻസിലുകൾ വേണം. മിൻഹയും അച്ഛനും 2 ബാഗുകളിൽ തുല്യമായി പെൻസിൽ പെട്ടി നിറച്ചു. ഓരോ ബാഗിലും എത്ര പെൻസിലുകളുണ്ട്? ഒരു ബാഗിൽ 500. അടുത്ത ബാഗിലും 500. 500, 500, 1000. ബാഗിൽ എത്ര പെൻസിലുകൾ വീതമുണ്ട്? ഒരു ബാഗിൽ നോക്കേ 300. അടുത്തതോ 700. 700ൻ്റെ കൂടെ 300 കൂട്ടുമ്പോൾ 1000. അടുത്തതോ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. 900ൻ്റെ കൂടെ 100 കൂട്ടുമ്പോൾ എത്ര? 1000. അടുത്തതോ 600ൻ്റെ കൂടെ 500 600ൻ്റെ കൂടെ 400 കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും? 1000. അടുത്തതോ 800ൻ്റെ കൂടെ 200 കൂട്ടിയപ്പോൾ 1000. 600ൻ്റെ കൂടെ 400 കൂട്ടുന്നുണ്ടത്. ഇവിടെ 600, ഇവിടെ 400 എന്നേ എഴുതാവൂ. അടുത്ത നോക്കിയാൽ നന്മ സ്റ്റോറിലേക്ക് 800 പെൻസിലുകൾ കൊടുത്തു. 2 ബാഗിലായാണ് കൊടുത്തത്. ഓരോ ബാഗിലും എത്ര പെൻസിലുകൾ? താഴെ പട്ടിക പൂർത്തിയാവുക. ബാഗ് 1ൽ 400, ബാഗ് 2ൽ 400, 400, 400, 800. അടുത്തത് ഇവിടെ 800 വരണം. ഒരു ബാഗിൽ 100 എണ്ണം നിറച്ചു. അടുത്തതോ 700, 700, 100, 800. അടുത്തത്
800 വരണം. 500ൻ്റെ കൂടെ 300 കൂട്ടിയാൽ 800 വരും. അടുത്ത 600ൻ്റെ കൂടെ 200 കൂട്ടിയാലും 800 വരും. അടുത്ത നോക്കേ, നൂറുകളുടെ കൂട്ടങ്ങളാക്കി എഴുതുക. 300, 400, 700, 600, 100, 700, 200, 500, 700. അടുത്തതോ 900, 500, 400, 900. അടുത്തതോ, അടുത്ത എങ്ങനെ എഴുതാം? 800, 100, 900. 100, 800, 900, 800, 100, 900. അടുത്ത എങ്ങനെ എഴുതാം? 600 അധികം 300. 600, 300, 900 എഴുതാം. അടുത്ത് നോക്കേ, 600. 300, 300 കൂട്ടുമ്പോൾ എത്ര? 600. 400, 200, 600. 500, 100, 600. അടുത്ത 100 അധികം 100 എത്ര? 200. 250 അധികം 250, 500. 300 അധികം 300, 600. 400 അധികം 300, 700. 500 അധികം 400, 900. മാറിപ്പോയി. സ്കൂളിലേക്ക് 870 പെൻസിലുകൾ 100ൻ്റെയും 10ൻ്റെയും പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ മിൻഹ 7 100ൻ്റെയും 8 10ൻ്റെയും പാക്കറ്റുകളാണ് ആക്കിയത്. എത്ര എണ്ണം പാക്കറ്റിലാക്കി? ഇനി എത്ര ബാക്കിയുണ്ട്? ചോദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും. 870 അല്ലേ? 8 ഗുണം 8 എത്ര ആയിരിക്കും? 80. 7 ഗുണം 100 എത്ര? 700. അന്നേരം എത്ര കിട്ടും? 780. 870 നിന്ന് 780 കുറച്ചപ്പോൾ എത്ര? 90. അന്നേരം ഇനി എത്ര പാക്കറ്റും കൂടെ പെൻസിലും കൂടെ വേണം? എത്ര എണ്ണം പാക്കറ്റിലാക്കി? ഇനി എത്ര ബാക്കിയുണ്ട്? സ്കൂളിലേക്ക് 870 പെൻസിലുകൾ 100ൻ്റെയും 10ൻ്റെയും പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ മിൻഹ 7 100ൻ്റെയും 8 10ൻ്റെയും പാക്കറ്റുകളാണ് ആക്കിയത്. 7 100 ആകുമ്പോൾ 700. 8 10ൻ്റെ പാക്കറ്റുകൾ അന്നേരം എത്ര? 80. അന്നേരം 780. 870 നിന്ന് എത്ര കുറയ്ക്കണം? 780 കുറച്ചപ്പോൾ എത്ര? 90. അന്നേരം ഇനി എത്രയും കൂടെ വേണം. ഇനി എത്ര ബാക്കിയുണ്ട്? 90 എണ്ണം കൂടെ വേണം. പെൻഷൻ വന്നു. പാൽക്കാരന് 200 രൂപയും പലചരക്ക് കടയിൽ 500 രൂപയും മിൻഹയ്ക്ക് 100 രൂപയും കൊടുക്കണം. ആകെ എത്ര രൂപ വേണം? പാൽക്കാരൻ എത്ര രൂപ കൊടുക്കണം? 200 രൂപ. പലചരക്ക് കടക്കാരന് 500 രൂപ. അന്നേരം 700. മിൻഹയ്ക്ക് 100, 800 രൂപ കൊടുക്കണം. മുത്തശ്ശി തന്ന 100 രൂപ കുടുക്കയിലിടാം. ദിവസം 1 രൂപ വീതം ഞാൻ തരാം. ഓരോ ദിവസവും കുടുക്കയിലുള്ള തുക എത്രയെന്ന് മിൻഹ കണ്ടെത്തി കാർഡിൽ എഴുതി. നോക്കിയേ, ഓരോ ദിവസവും കിട്ടിയത്. 1-ാം ദിവസം 100 രൂപ കിട്ടി. 2-ാം ദിവസം 1 രൂപ വെച്ചാകുമ്പോൾ എത്ര രൂപയാവും? 101. പിന്നെ 5-ാം ദിവസമേ കിട്ടിയുള്ളൂ. 5-ാം ദിവസം ആയപ്പോൾ 3-ാം ദിവസം 4, 5 അന്നേരം 3 രൂപ. 101ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 104. അങ്ങനെ 6-ാം ദിവസം ആയപ്പോൾ 105. 8-ാം ദിവസമോ 105ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോൾ 107. 9-ാം ദിവസമോ 1 രൂപയല്ലേ കിട്ടിയുള്ളൂ. അന്നേരം 108. 10-ാം ദിവസം 108ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 109. 11-ാം ദിവസമോ 109ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 110. 21-ാം ദിവസം എത്ര രൂപയാവും? അന്നേരം എത്ര ആയിരിക്കും? 120. 54-ാം ദിവസം എത്ര? 153. ആരോഗ്യ സർവേ നടക്കുകയാണ്. വീട്ട് നമ്പർ ക്രമത്തിലാണ് സർവേ. അവർ മിൻഹയുടെ വീട്ടിലെത്തി. അവളുടെ വീട്ട് നമ്പർ 296 തുടർന്ന് സർവേ നടത്തിയ വീടുകളിൽ നമ്പർ ക്രമമായി എഴുതൂ. എന്നിട്ട് നിറവും കൊടുക്കണം. 296, 95, 96, 97, 98, 298, 299, പിന്നെത്ര? 300, 301, 302, 303, 304, 302 വേണ്ട 295.
296, 297, 298. ഇവിടെ 299 എഴുതേണ്ടത്. 299. ഇവിടെ 300, 301, 302, 303, 304, 305, 306, 307, 308, 309, 310, 311. ഇങ്ങനെ എഴുതി പോയിട്ട് അവിടെ കളർ പഠിക്കണം. പെൻസിലിൻ്റെ വില. മിൻഹയുടെ അച്ഛൻ കമ്പനിയിൽ നിന്നും അനയി ഒരു പെട്ടി പെൻസിൽ വാങ്ങി. 300 രൂപയാണ് വില. ഏതൊക്കെ രീതിയിലായിരിക്കും നോട്ടുകൾ കൊടുത്തത്? നോക്കേ, 100-ൻ്റെ നോട്ടുണ്ട്, 20-ൻ്റെ നോട്ടുണ്ട്, 50-ൻ്റെ നോട്ടുണ്ട്, 10-ൻ്റെ ഉണ്ട്, 200 ഉണ്ട്, 5 ഉണ്ട്, 500 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. ഞാൻ കണക്കാക്കിയ രീതി